ഇപ്പൊ പ്രേതങ്ങളുടെ കൂട്ടെന്നാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ പ്രേതങ്ങളിൽ വിശ്വാസമുണ്ടോ? പ്രേതം, ദൈവം അതൊക്കെ വിശ്വാസമുള്ളവരാണോ? ദൈവത്തെ വിശ്വാസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന എല്ലാവരും അത് തന്നെയായിരിക്കും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ അല്ലല്ലോ, ഇതൊരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ചില നേരം അവിടെ നിന്നാണ് പ്രേതം വരുന്നതും അവിടെ നിന്നാണ് ചെലുത്താൻ വരുന്നതും ഒക്കെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. അത് ഏത് മതത്തിലായാലും, മുസ്ലിം ആവട്ടെ, ഇദ്ദേഹം മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇദ്ദേഹം ക്രിസ്ത്യാനാണ്, അദ്ദേഹം ഹിന്ദുവാണ്, എല്ലാവരിലും വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ തല്ലുപിടിക്കുന്ന ഒരു അർത്ഥമില്ല. നമ്മളിത് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്ന് തോന്നും. വയലാർ പറഞ്ഞ പോലെ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ സിനിമ റിലീസിന് ഇറങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അത് സംവിധായകൻ പറഞ്ഞു, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അത് സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് നമ്മുടെ സിനിമ 2 ക്ലൈമാക്സ് ആണ്. അപ്പോൾ ആദ്യമേ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കമൻറ്റ് പറയാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ കണ്ടതല്ല സിനിമ കാണാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ട്രീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു 1.25 മണിക്കൂർ അല്ലേ, 1.25 മണിക്കൂർ നിങ്ങൾക്ക് ചിന്തിക്കാനും ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾ വന്ന് പടം കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം. ഇതുപോലുള്ള പടങ്ങൾ ഇനി വരാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. കുറച്ച് വ്യത്യസ്തതയുള്ളൊരു ചിത്രമാണ്. 2 തുടക്കങ്ങളുണ്ട്. പിന്നെ പുതിയ ആൾക്കാരാണല്ലോ, അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയാൻ. അല്ല, എനിക്കും പറയാനുള്ളതാണ്. കാരണം വെച്ചാൽ ഇനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ, ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയാം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സാധാരണ എന്താ വെച്ചാൽ പുറകോട്ട് പോകണം. സാമ്പത്തികമായ ബാധ്യതകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ. അതിൻ്റെ കാരണം ഒന്ന് എനിക്ക് മനസ്സിലായത്, നല്ലൊരു സംവിധായകൻ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോട് പറയും കോസ്റ്റ് ഇത്രയാണ്. നമ്മളുടെ അടുത്ത് ഒരു 30, 50, 90 ലക്ഷം എന്ന് പറയാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് കണക്ക് കൂട്ടി ആ ഒരു രൂപ പറഞ്ഞാൽ അത് 50 പൈസ ആക്കാനായിട്ടുള്ള ഒരു കഴിവ്, ചിലവ് എങ്ങനെ ചുരുക്കാൻ പറ്റും എന്നുള്ളത്, അതാണ് ആ സംവിധായകൻ്റെ കഴിവ്. അപ്പോൾ എനിക്ക് കിട്ടിയ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പാഷനായതുകൊണ്ടായിരിക്കും, സിനിമയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇത് വിജയിപ്പിച്ചെടുക്കണമെന്ന് ഉള്ളതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും പറയുന്നത്, നിങ്ങൾ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള, നമ്മളുടെ പടം മാത്രമല്ല, ഇതുപോലെയുള്ള ഡയറക്ടേഴ്സിൻ്റെയും കലാകാരന്മാരുടെയും മറ്റ് ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ പടങ്ങൾ കാണണം. അത് കണ്ട് അവരെ വിജയിപ്പിക്കണം. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തുടക്കത്തിലുള്ള ചെറിയ കലാകാരന്മാർ എല്ലാവരും ഓരോ പടങ്ങൾ തുടങ്ങുമ്പോഴും പുതിയ സിനിമകൾക്ക് പുതിയ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഓരോ കലാകാരന്മാരും അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെല്ലാവരും നമ്മളിപ്പോൾ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടില്ല. അപ്പോൾ അവരുടെ ഷോർട്ട് ഫിലിംസ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ ഈ സിനിമയെന്നല്ല, നമ്മൾ ഏത് സിനിമയായാലും, ചെറിയ സിനിമകളായാലും വലിയ സിനിമകളായാലും എല്ലാവരും കണ്ട് ആസ്വദിക്കുക. ആ സിനിമ ശരിക്കും പൂർണ്ണമായിട്ടും തിയേറ്ററിൽ പോയിരുന്ന് കാണുക. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും പുതിയ നിങ്ങളുടെ സിനിമകൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.